ഏങ്കണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന കവിയേക്കാൾ ഒരുപക്ഷെ ഒരു തലമുറയ്ക്ക് പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് കൂടുതൽ പരിചിതനായിരിക്കുക പാട്ടുകളിലൂടെ ആയിരിക്കും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു നാഴികക്കല്ലായ ഒരു മൈൽ സ്റ്റോണായ ഒരു ഗാനം എന്ന് പറഞ്ഞാൽ നിന്നെ കാണാൻ എന്നെക്കാളും എന്നുള്ള ഒരു ഗാനം തന്നെയായിരിക്കും. ആ പാട്ട് നമ്മൾ പലയിടത്തും പറയാറുള്ള പോലെ, കേട്ടിട്ടുള്ള പോലെ ഒരു നാടൻ പാട്ടാണെന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അത് ഒരർത്ഥത്തിൽ ശരിയാണെന്ന് പറയാനുള്ള ഒരു സത്യസന്ധതയും ചന്ദ്രശേഖരേട്ടൻ കാണിച്ചിട്ടുണ്ട്. ആദ്യം 4 വരി, അതിന്റെ തുടക്കം കൃത്യമായിട്ട് നാടൻ പാട്ടിന്റെയാണ്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും എന്ന് തുടങ്ങി പോകുന്ന ഒരു നാടൻ പാട്ടില് പിന്നെ കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം, ഇതൊക്കെ കൃത്യമായിട്ട് വരികളിലൂടെ വിളക്കി ചേർക്കാനായിട്ട് ആ പാട്ടിൽ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ ആഘോഷമായിട്ട് വളരെ വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് പലപ്പോഴും പറയാറുള്ള സ്ത്രീകളുടെ ഒരു സ്വത്വബോധമാണെങ്കിലും സ്ത്രീകളുടെ ഒരു വിമോചനത്തെ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും അവര് സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കണം എന്നുള്ള കാര്യമാണെങ്കിലും അതെല്ലാം തന്നെ വളരെ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ള ഈ പാട്ടില് ലയിച്ചു ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ ഗാനം എഴുതാനിടയായ ഒരു സാഹചര്യം, അതിന്റെ ഒരു എഴുത്തുവഴികളും ഒന്ന് ഓർത്തെടുക്കാമോ? ജനനനയ്ക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, പെൺകുട്ടികളൊക്കെ നമ്മളോട് വളരെ സ്നേഹമുള്ളവരൊക്കെ പറഞ്ഞു, ചന്ദ്രേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി തരൂ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഉണ്ടാവണമെന്നാണ് അതിന്റെ അർത്ഥം കൂടി ഉണ്ടല്ലോ അതിന്. അപ്പോൾ ഞാനിങ്ങനെ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നുന്നു കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ട് എന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ല ആരും എന്നുള്ളത് അവരൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും. കാരണം അവരൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, സൗന്ദര്യമുള്ള ആൾക്കാരാണ്, എന്നിട്ട് എന്തുകൊണ്ട് അവരെ വിവാഹം കഴിക്കാൻ ആളുകൾ മടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്കറിയാം സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങളാണെന്നുള്ളത് അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി എഴുതിയതാണത്. അപ്പോൾ ഞാൻ പണിയെടുത്ത് ജീവിക്കും, നിങ്ങളാരും വേണ്ട, എൻ്റെ പൊന്നും പണമൊന്നും നോക്കിയാൽ നിങ്ങൾ എന്നെ കെട്ടാനൊന്നും വന്നില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, എൻ്റെ ഒരു പണിയായുധമുണ്ട്, ഞാൻ പണിയെടുത്ത് ജീവിക്കും എന്ന് സ്ത്രീപക്ഷത്ത് നിന്നിട്ട് ഒന്ന് എഴുതിയ. ഏത് വർഷമാണ് ഇത് ഈ പാട്ടൊക്കെ? അതൊരു 35 വർഷങ്ങൾക്ക് മുമ്പാണ്. 35 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഒരു ആശയം തോന്നുക, അത് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും സാഹസികമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ഇപ്പൊ നമ്മള് ഒരുപാട് വർഷങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ ഇതിപ്പോ 2025 എനിക്ക് തോന്നുന്നു 1990-കളൊക്കെ മാനസികമായിട്ട് ഇത്രയും വളർച്ച കേരളത്തിന് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലത്ത് അങ്ങനെ തോന്നുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്.